ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. കെജ്രിവാൾ നൽകിയ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. സിബിഐ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജികളും തള്ളി. കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, വീണ്ടും അരവിന്ദ് കെജ്രിവാളിന് വലിയൊരു തിരിച്ചടിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. സിബിഐ കേസിലെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. ദില്ലി മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് ചോദ്യം ചെയ്തും അതുപോലെ ഈ കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജാമ്യം അപേക്ഷയുമാണ് കെജ്രിവാൾ നൽകിയിരുന്നത്. ഈ രണ്ട് ഹർജികളാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ജസ്റ്റിസ് നിന ബൻസാർ കൃഷ്ണയാണ് ഈ വിധി പ്രസ്താവിച്ചത്. വിചാരണ കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി ഏതായാലും ഈ കേസിൽ ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സിബിഐക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നും ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് സിബിഐ അറസ്റ്റ് ചെയ്തത് എന്നതുമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ച വാദം. കഴിഞ്ഞ ജൂൺ 20-നാണ് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലെ അറസ്റ്റ് നടന്നത്. സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നേടിയാൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമായിരുന്നു. കാരണം നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനിടെയാണ് ഈ സിബിഐ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാകുകയും ചെയ്തത്. തുടർന്നാണ് ഈ സിബിഐയുടെ അറസ്റ്റ് നിയമപരമല്ല, അതുപോലെ ജാമ്യം നൽകണം, ഈ രണ്ടാവശ്യം ഉന്നയിച്ച് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത്. ഈ രണ്ടാവശ്യവും ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. വിചാരണ കോടതിയോട് ജാമ്യാപേക്ഷ പരിഗണിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വിചാരണ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയും കൂടുതൽ വാദം നടത്തി വിചാരണ കോടതി തീരുമാനമാക്കിയാൽ മാത്രമേ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. അന്ന് കോടതി ഈ ഇടക്കാല ജാമ്യം അനുവദിച്ച ഉടനെ തന്നെ സിബിഐ അറസ്റ്റ് ചെയ്യുന്നു. സിബിഐയുടെ കസ്റ്റഡിയിൽ വേണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വിടുന്നു. പിന്നീട് സിബിഐയുടെ കേസ് ചോദ്യം ചെയ്തും അതുപോലെ ഈ ജാമ്യാപേക്ഷയുമായി കെജ്രിവാൾ കോടതിയെ സമീപിച്ചു. എന്നാൽ ഇന്നിപ്പോൾ കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അതുപോലെ സിബിഐയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയും തള്ളിയിരിക്കുന്നു. വിചാരണ കോടതി ഇനി ഇത് പരിഗണിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഷബ്ന, ഈ ഒരു ജാമ്യം തേടി ഇനി വിചാരണ കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ വിചാരണ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. വിചാരണ കോടതിയിൽ ഇതുപോലെ തന്നെ വാദം നടക്കും. ഡൽഹി ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകർ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായി ജാമ്യാപേക്ഷയിൽ വാദം നടത്തിയിരുന്നു. ഇനി വിചാരണ കോടതിയിൽ ഇതേ രീതിയിൽ വാദം നടത്തുകയും സിബിഐ ഈ കേസുമായി ബന്ധപ്പെട്ട് എതിർ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. അതിനുശേഷം സിബിഐ കോടതിക്ക് ബോധ്യമായാൽ മാത്രമായിരിക്കും ഈ ജാമ്യം അനുവദിക്കുക. കഴിഞ്ഞ മാർച്ച് 21-നായിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അതിനുശേഷം ഇഡിയുടെ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഈ ഇടക്കാല ജാമ്യം അനുവദിച്ച ഉടനെ തന്നെയാണ് സിബിഐ ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സിബിഐ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് റിമാൻഡിലാകുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു. എന്നാൽ ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്താൽ ഇഡി കേസിൽ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് പുറത്തിറങ്ങാമായിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ വിചാരണ കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകേണ്ടി വരും. ശരി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. കെജ്രിവാൾ നൽകിയ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സിബിഐ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജികളും ഒപ്പം തള്ളിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.